നമസ്കാരം. ലെബനനും ഇസ്രയേലും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിച്ച്ൻ ജബിൽ ഇസ്രയേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കു നേരെ സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും അതേസമയം തന്നെ ലെബനനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നാണ് ബിജ്നെ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഹിസ്ബുള്ളയുടെ ഈ വലിയ കോട്ടയെ തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ലെബനുമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. ഇസ്രയേൽ സൈനികമായി വളരെ ശക്തമായതുകൊണ്ടാണ് ലെബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ഹിസ്ബുള്ളയെ നിഷ്ക്രിയമാക്കുക, ശക്തിയിലൂടെ സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കുക എന്നിവയാണ് ചർച്ചയിലൂടെ ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാനുമായുള്ള ചർച്ചകൾ അമേരിക്കയും ഇസ്രയേലും ഒരേ ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുക, ആണവശേഷി ഇല്ലാതാക്കുക, ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ.